നിങ്ങൾ പള്ളിക്കൽ വെടിക്കെട്ടെന്ന് കേട്ടിട്ടുണ്ടോ? 1952 നമ്മുടെ ഇന്ന് വെടിക്കെട്ട് നടന്ന ഇതേ തൃശ്ശൂരിൽ പള്ളിക്കൽ കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ 1952 ഒരു വെടിക്കെട്ട് ഉണ്ടാവുന്നത്. അന്ന് ആ വെടിക്കെട്ടിൽ മരിച്ചുപോയത് 26 ആളുകളായിരുന്നു. അതുമാത്രമല്ല, ഒരുപാട് പേർക്ക് അപകടവും അന്ന് സംഭവിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഇതേ തൃശ്ശൂർ തന്നെയാണ് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നത്. ഇതേ തൃശ്ശൂർ തന്നെയാണ് വെടിക്കെട്ടിനോടും ആനയോടും അപാരമായിട്ടുള്ള പ്രണയവും പ്രേമവും ഉള്ളത്. ഒന്നുകൂടി ഇതിനൊപ്പം ചേർത്ത് പറയട്ടെ, ആനയോടുള്ള പ്രേമം എന്നതിനേക്കാൾ ആനയെ പീഡിപ്പിക്കുന്നുള്ള പ്രേമം എന്നൊക്കെ അതിനെ മാറ്റി പറയേണ്ടി വരും. അത്രയേറെ ആനകൾ നമ്മുടെ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആനയുടെ മുൻവശത്തു നിന്നുള്ള സൗന്ദര്യം മാത്രമാണ് ഒരുപക്ഷെ ആളുകളൊക്കെ കാണുന്നുള്ളൂ. അവരെ കാലുകളിലെ വിണ്ടുകീറിയ പാടുകളോ വ്രണങ്ങളോ ഈ ഒരു കൊടും ചൂടിൽ അവർക്ക് നിൽക്കാൻ പറ്റാതെ തലയിട്ട് ആട്ടുന്നതോ ഒന്നും ഇവർ കാണുന്നില്ല. ആ തലയിട്ട് ആട്ടുന്ന കാണുമ്പോൾ ആന എന്തോ കൊട്ട ആസ്വദിക്കുന്നു എന്നാണ് ഈ മൊയന്തുകളായിട്ടുള്ള ആളുകളൊക്കെ വിചാരിക്കുന്നത്. സത്യത്തിൽ അവർ അത്രയേറെ ടെൻസ്ഡ് ആണ് എന്നാണ് അത് കാണിക്കുന്നത്. നമുക്ക് വെടിക്കെട്ടിലേക്ക് വരാം. 1958 ആ ഒരു വെടിക്കെട്ട് മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത് 4 വെടിക്കെട്ടുകളാണ്. ഇപ്പോൾ സംഭവിച്ചത് 4ാമത്തെ വെടിക്കെട്ടാണ്. അപകടമാണ് എന്ന് പറയേണ്ടി വരും. ആദ്യമായിട്ട് 1952 ഈ ഒരു വലിയ പള്ളിക്കൽ വെടിക്കെട്ട് എന്ന് പറയുന്ന ആ ഒരു വെടിക്കെട്ട് അപകടത്തിന് ശേഷം 1950 1970 പിന്നീട് ഒരു വെടിക്കെട്ട് ഉണ്ടായത്. അത് നമ്മുടെ ശബരിമലയിലായിരുന്നു. ശബരിമലയിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ വലിയ തോതിൽ വെടിക്കെട്ട് ഉണ്ടായിരുന്നു. അതൊരു കാടാണെന്ന് മറ്റൊന്നും പരിഗണിക്കാതെ ഒരു വലിയ തോതിൽ തന്നെ അന്ന് അവിടെ വെടിക്കെട്ട് സംഭവിച്ചിരുന്നു. പിന്നീട് ഈ 2 വർഷത്തിലെ വെടിക്കെട്ട് അപകടത്തിന് ശേഷം അവിടുത്തെ വെടിക്കെട്ടിന്റെ തോത് കുറയ്ക്കാനും ശബ്ദത്തിന്റെ ഗാംഭീര്യം കുറയ്ക്കാനൊക്കെയുള്ള ശ്രമം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പേരിന് മാത്രം എന്ന നിലയ്ക്ക് മാത്രമാണ് ശബരിഗിരിയിൽ വെടിക്കെട്ട് നടക്കുന്നുള്ളതാണ്. നമുക്ക് തൃശ്ശൂരിക്ക് തന്നെ വരാം. 2021 ഒപ്പം തന്നെ 1978 കാലഘട്ടങ്ങളിൽ 1978 ആദ്യം പറയേണ്ടി വരും. ഈ കാലഘട്ടങ്ങളാണ് പിന്നീട് തൃശ്ശൂർ ഗംഭീരമായിട്ടുള്ള ഒരു വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായത്. അത് 2021 മരം വീണ് അപകടം ഉണ്ടാവുകയും ഒപ്പം തന്നെ ഈ വെടിക്കെട്ട് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് അപകടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 അപകടത്തിലും ആളുകൾക്ക് മരണമൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ സാരമായ പരിക്കുകളൊക്കെ അന്ന് തൃശ്ശൂരിൽ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മളെ മുഴുവൻ ഭയപ്പെടുത്തിയ വെടിക്കെട്ട് അപകടത്തിൽ ഉപയോഗിക്കുന്ന കരിമരുന്നുകളുടെ അളവിലൊന്നും ഒരു കയ്യും കണക്കുമില്ലാതെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ബോധ്യമാക്കി തന്ന ഒരു വലിയ അപകടം ഉണ്ടായത് ഇവിടെയൊന്നുമല്ല, അത് പുറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരു ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു. കൊല്ലം പരവൂര് പുറ്റിങ്ങൽ അപകടത്തിൽ ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇപ്പോൾ വീഡിയോ കാണുന്ന ആ കണ്ണൻ ഞാനാണ്. ഞാൻ ഈ അമിട്ട് അവരെ എടുത്ത് തന്നത് നല്ല ചാക്ക് എല്ലാം പൊതിഞ്ഞാണ് തന്നത്. ഞാൻ അത് പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു വലിയ വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നത് 2016 നമ്മുടെ പ്രധാനമന്ത്രി അടക്കം സംഭവ സ്ഥലം സന്ദർശിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു അന്നത്തെ അപകടം ഉണ്ടായത്. തൊട്ടടുത്ത പ്രദേശത്തെ ബിൽഡിങ്ങുകൾ അടക്കം അന്ന് തകർന്നു പോയായിരുന്നു. അന്ന് മരണപ്പെട്ടത് 111 പേരാണെങ്കിൽ അന്ന് അപകടം ബാധിച്ചത് അന്ന് 350 പേർക്കാണ്. 350 പേർക്ക്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു അപകടമായിരുന്നു. അന്ന് ഈ മാഗസിൻ എന്ന് പറയും, അതായത് വെടിക്കെട്ട് കോപ്പുകളെല്ലാം സൂക്ഷിക്കുന്ന ഒരു പുര, ആ പുരയിലേക്ക് ഈ വെടിക്കെട്ടിന്റെ തരികൾ തെറിച്ചു വീണതാണ് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു അപകടത്തിലേക്ക് അന്ന് അതിനെ നയിച്ചെന്നത്. എന്തിനാണ് അത്ര അധികം വെടിക്കോപ്പുകൾ അന്ന് അവിടെ സൂക്ഷിച്ചു വെച്ചതെന്നൊക്കെ ഇപ്പോഴും സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സംഗതി അവിടെ കിടക്കട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ? ഇപ്പോഴിതാ ഇന്ന് സംഭവിച്ച ആ ഒരു അപകടം നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ചൂടാണ്. ഒരു പക്ഷേ കരിമരുന്നുകളൊക്കെ നിന്ന നിൽപ്പിൽ കത്തിപ്പോകാൻ സാധ്യതയുള്ള അത്ര തന്നെ ചൂട് ഇപ്പോൾ നമ്മുടെ ഭൂമിയിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ആ ഒരു ചൂട് കാലത്താണ് നടുപാടത്ത് ഒരു മാഗസിൻ കെട്ടി ഉണ്ടാക്കിയിരുന്നത്. ഈ മാഗസിൻ എന്ന് പറയുന്നത് കരിമരുന്നുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. 5 ടണ്ണോളം കരിമരുന്നുകളാണ് അത്ര ഈ ഒരു തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് ഒരു ടീം മാത്രം കരുതി വെച്ചിരിക്കുന്നത്. 5 ടണ്ണോളം കരിമരുന്നുകൾ. ആ 5 ടണ്ണോളം കരിമരുന്നുകൾ ഒന്നാണ് ഇപ്പോൾ പൊട്ടിപ്പോയത്. അത് നടുപാടത്താണ് പണി നടക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ പറയുന്നുണ്ട്, ചിലപ്പോൾ
നല്ല ചൂടല്ലേ, ഗംഭീരമായ ചൂടല്ലേ, എങ്ങനെയെങ്കിലും കത്തിപ്പോയ ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി വെക്കുന്നുണ്ട് ചൂട്. കാരണം ഞാൻ തിരി എടുത്തുക ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് തുടങ്ങും. ഇപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരു എൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറുചെട്ട് പൊട്ടി. ായിരിക്കാം. ആ ഒരൊറ്റ കത്തി പോകുന്ന നിമിഷത്തിൽ ഇയാൾ പറയുന്നുണ്ട്, ഞാൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ഓടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്നെല്ലാം ആളുകളെയും കൊണ്ട് ഞാൻ പാഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കടക്കം പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം 3-4 കാര്യങ്ങളൊക്കെ ഒരു വെടിക്കെട്ട് നടത്താൻ വേണം. അനുമതി വേണം. പരിധി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്താണ് ഈ പരിധി? പരിധി പറയുന്നത് 125 ഡെസിബിൾ എന്ന് പറയുന്ന ആ ഒരു ശബ്ദ പരിധിക്ക് അപ്പുറത്തൊക്കെ ശബ്ദം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ വെടിക്കെട്ടുകൾക്കെല്ലാം 125 അതിൽ താഴെ മാത്രമേ ഡെസിബിൾ ശബ്ദമുള്ളൂ എന്ന് ഉണ്ടോ? എങ്കിൽ നിങ്ങൾ വേറെ ഏതൊക്കെയോ മൂഢസ്വർഗത്തിലാണെന്നൊക്കെ പറയേണ്ടി വരും. അനുമതി വേണം, കളക്ടറിൽ നിന്ന് അനുമതി വേണം. അവർ വന്ന് പരിശോധിക്കണം. ഈ പരിശോധന പറയുന്നത് സാമ്പിൾ വെടിക്കെട്ടൊക്കെ സാമ്പിൾ സംഗതികളൊക്കെ പരിശോധിക്കലാണ്. അനുവദനീയമായ വെടിക്കോപ്പുകൾ തന്നെയാണോ കരിമരുന്നുകൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അനുമതിയാണ്. ഏറ്റവും അവസാനം ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് വെച്ചിൽ ഇതിൽ അപകടത്തിൽ സംഭവിച്ചവർക്കെല്ലാം തീർച്ചയായിട്ടും ഇൻഷുറൻസ് പരിധിയിൽ പെടുത്തണമെന്നാണ് നിർബന്ധമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള അപകടം എന്ന് പറയുന്നത് ഇതിലെ ഈ മാഗസിൻ തന്നെയാണ്. ശാസ്ത്രീയമായി തന്നെയാണോ ഈ ഒരു വെടിക്കോപ്പുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്? ഗുണ്ടുകളാണ്, നിലത്തുനിന്ന് പൊങ്ങിപ്പോകുന്ന അതിഭീകരമായിട്ടുള്ള വലിയ ബോംബുകൾ ഇതിനൊക്കെ പറയേണ്ടി വരും. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് മനുഷ്യ ശരീരം ചിന്ന ഭിന്നമായി പോയിരിക്കുന്നതാണ്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വലിയ ബോംബ് സ്ഫോടനം തന്നെയാണ് നടത്തുന്നത്. നിയമപരമായി നടത്തുന്ന ബോംബ് സ്ഫോടനം എന്നൊക്കെ നമുക്കിതിനൊക്കെ വിളിക്കേണ്ടി വരും. അങ്ങനെ നിയമപരമായി നടത്തുന്ന ആ ബോംബ് സ്ഫോടനത്തിൽ ആ ബോംബുകൾ എന്ന് പറയുന്ന സംഗതി സൂക്ഷിക്കുന്ന മാഗസിൻസ് അത് ശാസ്ത്രീയമായി തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഒരിടത്താവാൻ സാധ്യതയില്ല. അപാരമായിട്ടുള്ള ചൂടാണ്. ആ ചൂടിനെ ഒന്നുകൂടി കൂട്ടുന്ന രീതിയിലുള്ള ടാർപോളിനും മറ്റും മറച്ചു വെച്ചിട്ടാണ് ഇപ്പോഴും കരിമരുന്നുകളും മറ്റും സൂക്ഷിക്കുന്നതെന്ന് പറയുന്ന അശാസ്ത്രീയമായിട്ടുള്ള സംഗതികളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. എത്ര അപകടങ്ങൾ വേണം? നമ്മുടെ കേരള ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇത്രത്തോളം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലത്തെ 4 തന്നെ സംഭവിച്ചിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്ത് തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഒരു ബോധവും ഇല്ലാത്തത് ഉണ്ടാകാത്തത്? ബൈ.